ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ വിളിച്ചു വരുന്നതിന് സോറി. വീട്ടിൽ ഭയങ്കര കലിപ്പായി, അതുകൊണ്ടാണ് വിളിച്ചത്. സംഭവം അമ്മൂമ്മ തന്നെ അടിക്കണ കണ്ടല്ലോ, അതിൽ വീട്ടിൽ പറഞ്ഞ്. അപ്പോൾ അച്ഛൻ കേട്ടത്. അച്ഛനങ്ങനെ ആരെ അടിച്ച് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മെർലിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും അവരാരെങ്കിലും വന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ തമാശയ്ക്ക് അടിച്ചാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം പിന്നെ ശരി, അപ്പോൾ കാണാം കേട്ടോ. ഐ സ്റ്റിൽ ലവ് യു. ഓക്കെ, പറഞ്ഞ വെള്ളം കാണാൻ വന്നേ. നമ്മുടെ കുളത്തിന്നേ മീൻ പിടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. കാണാൻ വന്നേ? അങ്ങനെ ചൂണ്ട ഇവിടെ വെച്ചു. ഞാന് കുളിക്കാൻ വന്നതാ? അല്ല, ഞാൻ കേശു വിളിച്ചിട്ട് കേശു വിളിച്ചിട്ട് വന്നതാ. വിളിച്ചിട്ട് വന്നാണാ? നിനക്ക് ഇതുവരെ മതിയായില്ലടാ. പക്ഷേ ഞങ്ങള് പിന്നെ ആർക്കും തല്ലാൻ വേണ്ടിട്ടല്ല വളർത്തണേ. കൊച്ച് ഇവന്റെ ഫ്രണ്ടായി പോയി, അല്ലേ ഇവൻ നല്ല തന്നേനെ. അതെനിക്കറിയാം, അല്ലെങ്കിൽ അവിടെ മൊത്തം അടിയും പിടിയാണല്ലോ. അതാ കേശു ഇങ്ങനെ ഗുണ്ടയായി പോയത്. നല്ലൊരു ഭാവിയുള്ള ചെക്കനായിരുന്നു. അതിനെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? എങ്ങനെ എൻ്റെ മോനെ ഞാൻ ഒരു ഗുണ്ടായിട്ട് വളർത്തിയതാ. അളിയ എങ്ങനെ ഇവിടെ വന്ന്? നീ ഇങ്ങോട്ട് പതുക്കി പറഞ്ഞുണ്ട്. അപ്പൊ എനിക്ക് എന്തോ പതുക്കേട് തോന്നി. എന്താ പറയുന്ന വന്നു കൊച്ചേ? കൊച്ചിനെ അടിച്ചിട്ട് ഞാൻ പറയണ? വായി തോന്നിയത് പറഞ്ഞാൽ ഇനിയും അടിക്കും. ഇതോടാ പറഞ്ഞു നീ? മാമ ഞാൻ പുല്ലെന്ന് പെൺകുട്ടികളെ മൊത്തം പുല്ല വിളിക്കാടാ. ഇതിൽ വന്നു പോയത്, ഫ്ലോയിൽ വന്നു പോയത്. മോളെ സോറി കേട്ടാ. സോറി. ഇപ്പൊ ഇങ്ങനെ ഇനിയും കൂടുതൽ വിളിക്കും. ഇല്ല. അതെ, നമ്മൾ വീട്ടിലെ സ്നേഹം വരുമ്പോൾ അങ്ങോട്ടും പൊടാ പുല്ലെന്നൊക്കെ വിളിക്കും. അത് കേട്ടിട്ടാണ്. അത് സ്നേഹം കൊണ്ട് പോലും വിളിക്കണേണ്. ഭാര്യ എന്നെ വിളിക്കും, ഞാൻ ഭാര്യയെ വിളിക്കും. പണ്ട് എന്നെ സ്നേഹിച്ചിരുന്നല്ലേ, അതായിരിക്കും പുല്ലെന്നൊക്കെ വിളിക്കുന്നത്. പണ്ട് സ്നേഹിച്ചിരുന്ന കേശു? അവൻ സ്നേഹിച്ചപ്പം കുട്ടി സ്നേഹിച്ചില്ലേ? എന്താ പണ്ട് സ്നേഹിച്ചു, ഇപ്പൊ ഇല്ല. ഞാൻ എന്തിനാ കേൾക്കണത്? മാമി നീ എപ്പോ വന്നു? കൊച്ചേ, നീ ഭയങ്കര തൻ്റെടി അല്ലയോ? കേശുവിന്റെ ഫാമിലിനെ വെച്ച് നോക്കുമ്പോ ഞാൻ അത്ര തൻ്റെടി ഒന്നല്ല. ദൈവമേ, കുടുംബത്തെ പറയുന്ന കേട്ടില്ലയോ? ചിലപ്പോ നിന്നെ അടിച്ചിട്ട് അവളെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം വരില്ലല്ലോ. അതിന്റെ അർത്ഥം നമുക്ക് നിന്നെ ഇഷ്ടമല്ല. ചിരിച്ചോണ്ടിരിക്കണ്ട. അവനടിച്ചപ്പോ അവളെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല, ചിരിച്ചോണ്ടിരിക്കാണ്. അതിന്റെ അർത്ഥം എന്താടാ? അവൾക്ക് നിന്റെ അടുത്ത് ഇഷ്ടമല്ല. കിഴങ്ങാ നീ പറയടാ. എന്താടാ പോക്കറ്റിലിട്ടേക്കണേ? ഫോണ്. ചുമ്മാ നാണം കിടത്താ വെട്ടി പോച്ചാ. മതി, എല്ലാരും വാ, വീട്ടിലോട്ട് വാ. വാന്നേ. മോളെ, നീ ഇവിടെ അടുത്താണോ താമസം? വീട്ടിലാരൊക്കെ ഉണ്ട്? മമ്മിയും ഡാഡിയും ഉണ്ട്. എല്ലാവരും ഉണ്ടോ? മോളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ പോ കേട്ടാ, വീട്ടിൽ പോ. മെർലിൻ, sorry for everything. It's okay. It's okay. അപ്പോ ഓക്കെ ആണെന്നാ? ഓക്കെ ആണെന്നാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.